ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് 7 മൊഴികൾ ധ്യാനിക്കുന്ന ചിന്തിക്കുന്ന ഒരു ദിനമാണ് വലിയ വെള്ളിയാഴ്ച. ചിലരിതിനെ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയാറുണ്ട്. ഗുഡ് ഫ്രൈഡേ ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള പദം, അതായത് വലിയ വെള്ളിയാഴ്ച. അപ്പോൾ ആ വലിയ വെള്ളിയാഴ്ച ഈ ദിനം നമ്മൾക്ക് ലഭിച്ച കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിച്ച വിമോചനത്തിൻ്റെ ദിനമാണ്. യേശു കർത്താവ് ഏറ്റ ഓരോ പങ്കപ്പാടുകളും നമുക്ക് വേണ്ടി ഏറ്റതാണ് എന്നുള്ള ബോധ്യം ഇന്ന് നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ട് ഇന്ന് ഈ 17, 18, 19 വാക്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായി തീരണം, അതിനുവേണ്ടിയാണ്. എങ്ങനെയുള്ളവരായി തീരണമെന്നുള്ളതിന് വേണ്ടിയാണ്. 17-ാം വാക്യം, നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. ഇത്രയും വാക്കുകൾ ഓർക്ക്. നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന വലിയ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ ആ 7 കാര്യങ്ങൾ, ആ 7 കാര്യങ്ങൾ ഓർക്കുമ്പോൾ 18-ാം വാക്യത്തിൽ അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും എന്നവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ ഉള്ളവരാണോ എന്ന് ചിന്തിച്ച് ഇന്നത്തെ ധ്യാനത്തിലൂടെ, ഇന്ന് കേൾക്കുന്നതിലൂടെ, അറിയുന്നതിലൂടെ ഇന്നൊരു രൂപാന്തരം പ്രാപിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ ചെയ്താൽ കർത്താവായ യേശു കർത്താവ് ഓരോരുത്തർക്ക് വേണ്ടി മതവിഭാഗ ഭേദമന്യേ ലോകമെമ്പാടുമുള്ള ലോകത്തിൻ്റെ 7 വൻകരകളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നതിൻ്റെ ആ വലിയ അനുഭവമാണ് ഇന്ന് നടക്കുന്നത്. ആ അനുഭവത്തിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവശക്തി വ്യാപരിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമാക്കി തീർത്തുകൊള്ളണമേ. കർത്താവേ, ഈ ഗീതയുടെ ലേഖനം ഞങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഇത് ധ്യാനിച്ച 3 വാക്യങ്ങളിലൂടെ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും പുതുശക്തിയും പുതുബലവും കൊടുത്താട്ട് ഈ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിനായി സ്തോത്രം. ഇത് കാണുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. മതവിഭാഗ ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി മരിച്ച യേശു എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ സാധ്യമായി തീരട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.